അനുഭവമുണ്ട്. ഒരു നെയ്യാറ്റിൻകരയ്ക്ക് അടുത്താണ്. നെയ്യാറ്റിൻകര പോകണ്ട, ഊരുട്ടമ്പലത്തിനടുത്ത് എവിടെയാണെന്ന് എൻ്റെ ഓർമ്മ. ഒരുപാട് വർഷം പഴക്കമുണ്ട്. അപ്പോൾ അവിടെ ഞാനിങ്ങനെ ഒരു എഡ്യൂക്കേറ്റഡ് ആയ അമ്മയാണ് കേട്ടോ. അമ്മ അന്ന് അധ്യാപികയായിരുന്നു, റിട്ടയർഡ് ആയിരുന്നു. അതേ പ്രിൻസിപ്പളാണ് മറ്റായിരുന്നു. അതേ എന്താ പറയുക, സ്കൂളിലെ എച്ച് എം എന്തോ ആയിരുന്നു, എനിക്ക് ഓർമ്മ വരുന്നില്ല. ആ അമ്മയുടെ അവിടെ വീട്ടിലൊരു പാമ്പ് വന്നു, വീടിൻ്റെ മുന്നിൽ മതിൽ പാമ്പ് വന്നു. ഞാനത് പോയി മതിൽ പൊളിച്ച് ഏകദേശം എനിക്കൊന്നൊരു ഉച്ചയ്ക്ക് ഒരു 11:30 തുടങ്ങി ഒരു 6 മണിക്കാണ് കിട്ടുന്നത്. ഞാൻ ഫുഡൊന്നും കഴിച്ചില്ല. ഞങ്ങളൊരു പണ്ടും എൻ്റെ ചെറുപ്പത്തിൽ ഞാനൊരു വീട്ടിൽ ഇപ്പോൾ അങ്ങനെ ആഹാരം കഴിക്കില്ല. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ആഹാരം തന്നെ അതുകൊണ്ട് ഇനി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള ചിന്ത എൻ്റെ ചെറുപ്പം മുതൽ എനിക്കത് ഉണ്ടാകും. അങ്ങനെ ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പം ഞാൻ പാത്രമൊക്കെ കഴിക്കാം, ക്ഷീണിച്ച് വേർത്ത് ഇരുന്നു. അപ്പോൾ ഞാൻ എനിക്ക് കുടിക്കാൻ വെള്ളം തരാം. അപ്പോൾ കുടിക്കാൻ മക്കളെ ഇപ്പോൾ കൊണ്ടാ കുടിക്കാനല്ല, അവർ വീട്ടിൻ്റെ പുറകിടെ പോയി വീട്ടിലെ പുറത്ത് ഉപയോഗിക്കുന്ന ബാത്റൂമിൽ നിന്ന് ബക്കറ്റ് കിടന്ന മഗ് എടുത്ത് കഴുകി അതിലെനിക്ക് കുടിക്കാൻ വെള്ളം കിട്ടുന്നത്. അത് വ്യക്തമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം. അപ്പോൾ എൻ്റെ അവിടെ ജോലിക്കാരുണ്ട്, അപ്പോൾ ചേട്ടാ കുടിക്കല്ല, അത് ബാത്റൂമിൽ ഉപയോഗിക്കുന്ന വെള്ളം കുപ്പി മഗ്ഗാണെന്ന്. ഞാൻ അങ്ങനെ കുടിച്ചില്ല, കളഞ്ഞു. ശരിക്കും പാമ്പിനേക്കാൾ വിഷം മനുഷ്യനാണ് ഉള്ളത് എന്ന് അവർ നിങ്ങളെ പച്ചയായി തെളിയിച്ച് കാണിച്ചു. വവാ സുരേഷ് എന്ന് പറയുന്ന പച്ചയായി ഈ മനുഷ്യനെ, എന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഈ വീഡിയോയിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു ഭാഗം ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയും ഒരു വൃത്തികെട്ട അനുഭവം അദ്ദേഹം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിലും അദ്ദേഹം ഇപ്പോഴും ഈ വീഡിയോയിലും ആ ഒരു സ്ത്രീയെ അമ്മ എന്ന നാമത്തിൽ തന്നെ നമ്മുടെ അടുത്ത് അഭിസംബോധന ചെയ്തു. എത്രമാത്രം വിദ്യാഭ്യാസമുണ്ടെങ്കിലും, എത്ര പണമുള്ള കോടീശ്വരനാണെങ്കിൽ കൂടി മനുഷ്യത്വം എന്ന് പറയുന്ന ഒന്ന് ഉള്ളിലില്ലെങ്കിൽ അതിനെ ഒരിക്കലും മനുഷ്യനെന്ന് വിളിക്കാൻ സാധിക്കത്തില്ല.